ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളുടെ ഫേവറേറ്റ് റെസിപ്പിയായ ചിക്കൻ നഗറ്റ്സ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വളരെ ഇഷ്ടമായ വിഭവം കൂടിയാണിത്. വീട്ടിൽ നമുക്കിത് ചെയ്യാനായിട്ട് വെറും 10 മിനിറ്റ് മതിയാകും. കാരണം പ്രത്യേകം മസാലകളൊന്നും ചേർക്കാതെ വളരെ കുറച്ച് ചേരുവകൾ മാത്രം ചേർത്ത് ചെയ്യുന്നൊരു റെസിപ്പിയാണിത്. ചാനലിൽ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റുള്ള കുക്കിംഗ് റെസിപ്പീസ് പോലെ തന്നെ വിശ്വസിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയും കൂടിയാണിത്. ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബോൺലെസ് ചിക്കൻ 250 ഗ്രാം എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ കഴുകി വെള്ളം തോർത്തിയെടുക്കണം. കുറഞ്ഞത് 2-3 തവണയെങ്കിലും കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടതാണ്. ചിക്കൻ നന്നായി ഗ്രൈൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ വെജിറ്റബിൾ ചോപ്പറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ചോപ്പറിന് പകരം ബ്ലെൻഡർ ഉപയോഗിക്കാവുന്നതാണ്. ചോപ്പറോ ബ്ലെൻഡറോ ചെറുതാണെന്നുണ്ടെങ്കിൽ ബൾക്കായിട്ട് ഇട്ട് കൊടുത്താൽ ജാമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 2 തവണയായിട്ട് നിങ്ങൾക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 1 അല്ലി വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കോൺഫ്ലവറിന് പകരം മൈദാമാവ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. നഗറ്റ്സിൻ്റെ മിക്സ് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റോളം മിക്സ് ചെയ്യണം. കാരണം അതിലുള്ള ചേരുവകളെല്ലാം മിക്സ് ആകുവാനും നമ്മുടെ മിക്സ് സോഫ്റ്റ് ആകുവാനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. $250 ഗ്രാം ചിക്കൻ എടുക്കുമ്പോൾ നമുക്ക് നഗറ്റ്സിലേക്കായി 1 മുട്ട മതിയാകും. മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. ഇനിയൊരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് നമുക്ക് ബീറ്റ് ചെയ്ത് വെക്കാം. ഓവർ ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ ഞാനിവിടെ 3 ബ്രെഡ് സ്ലൈസസ് ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബ്രെഡിന്റെ വലുപ്പം അനുസരിച്ച് 3-4 മതിയാകും. അതിൽ കൂടുതൽ ബ്രെഡ് ആവശ്യമില്ല. ഇനി നമുക്ക് ബ്രെഡ് ക്രംസും നഗറ്റ്സിന്റെ മിക്സും നമ്മുടെ എഗ് മിക്സും കൂടെ ഒരിടത്ത് വച്ചതിന് ശേഷം വളരെ എളുപ്പത്തിൽ നഗറ്റ്സ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ടേബിൾ സ്പൂൺ സൈസിലുള്ള ഒരു സ്പൂൺ എടുക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ തടകിയതിന് ശേഷം സ്പൂണിൽ കൊള്ളുന്ന കണക്കിനനുസരിച്ചുള്ള ചിക്കൻ മിക്സ് എടുത്തിട്ട് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ സ്പൂണിൻ്റെ സൈഡ് വെച്ച് തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. നഗറ്റ്സിൻ്റെ ഷേപ്പ് ആക്കിയതിന് ശേഷം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് മിശ്രിതത്തിലേക്ക് ഇട്ട് 2 സൈഡും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസ് വെച്ച് കവർ ചെയ്തിട്ട് ട്രേയിലേക്കോ വലിയ പാത്രത്തിലേക്കോ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ചെയ്തിട്ട് മാറ്റി വയ്ക്കണം. ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്ത് നഗറ്റ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 250 ഗ്രാം ചിക്കനിൽ നമുക്ക് 10 നഗറ്റ്സോളം ചെയ്യാനാകും. ഇനി നമുക്ക് പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോഴേക്ക് നഗറ്റ്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നഗറ്റ്സ് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഫ്ലെയിം ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യുക. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുകയും ഉൾഭാഗം വേവാതിരിക്കുകയും ചെയ്യും. നഗറ്റ്സിൻ്റെ 2 വശവും 3-4 മിനിറ്റ് വരെ ഫ്രൈ ചെയ്തെടുക്കണം. 2 സൈഡും ഒരുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. നഗറ്റ്സ് നമുക്ക് ചെറു ചൂടോടുകൂടിയോ തണുത്തതിന് ശേഷമോ കഴിക്കാവുന്നതാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നഗറ്റ്സ് ആണെങ്കിൽ നഗറ്റ്സിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റും പുറംഭാഗം നല്ല ക്രിസ്പിയുമായിരിക്കും. ഈ റെസിപ്പിയിൽ പറഞ്ഞിരിക്കുന്ന കൃത്യമായിട്ടുള്ള അളവ് തന്നെ ഫോളോ ചെയ്യുക. പ്രത്യേകിച്ച് കോൺഫ്ലവർ ഉപയോഗിക്കുമ്പോൾ 2 ടീസ്പൂൺ തന്നെ ഉപയോഗിക്കുക. കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ നഗറ്റ്സ് നല്ല കട്ടിയായി പോകും. അതുപോലെ എരിവ് വേണമെന്നുള്ളവർക്ക് കുരുമുളക് പൊടി കുറച്ചുകൂടെ കൂടുതൽ ഇടാവുന്നതാണ്. ചിക്കൻ വലിയ പീസസ് ആയിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കും പിന്നെ ഇതുവരെ നിങ്ങൾ ചിക്കൻ കൊടുത്ത് തുടങ്ങിയിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ ചിക്കൻ ഗ്രൈൻഡ് ചെയ്ത് ചിക്കൻ നഗറ്റ്സ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്.
നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണിത്. അതോടൊപ്പം തന്നെ ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ളൊരു ഫുഡും കൂടിയാണിത്. ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ ചെയ്തിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇനി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ എപ്പോഴും പറയും പോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ അവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്